നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ചില കൗതുകങ്ങൾ കാണാം ചരിത്രത്താൾ. ജീവിതത്തിൽ വളരെ ലാളിത്യം പുലർത്തിയവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. ആരുടെയും ജീവിതത്തിന് ഇന്നത്തെ വർണ്ണ ശബളിമ ഇല്ലായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാവാൻ പുറപ്പെട്ട EMSന്റെ ബട്ടൺസ് ഇല്ലാത്ത ഷർട്ടും നിന്നുപോയ വാച്ചും പറയുന്നത് ഈ ജീവിത ലാളിത്യം തന്നെയാണ്. ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPI നിയമസഭാ കക്ഷി നേതാവായി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ തെരഞ്ഞെടുത്തു. 57 മാർച്ച് 24-ന് അദ്ദേഹം രാജ്ഭവനിൽ ഗവർണർ B രാമകൃഷ്ണ റാവുവിനെ കാണാൻ പുറപ്പെട്ടു. അതിനായി ഷർട്ട് എടുത്തിട്ടപ്പോൾ അത് ആകെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നു, ഒരു കുടുക്കും പൊട്ടിപ്പോയിരിക്കുന്നു. ഭാര്യ ആര്യ അന്തർജനം ഏതൊരു വീട്ടമ്മമാരും ചെയ്യുന്നത് പോലെ ഒരു സേഫ്റ്റി പിൻ കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. ഈ രംഗം കണ്ട വീട്ടുടമ ബട്ടൺ തുന്നിയ ശേഷം ഷർട്ട് തേച്ചു കൊടുക്കുകയും ചെയ്തു അത്രേ. ഏപ്രിൽ 5-നായിരുന്നു ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് EMS വാച്ചിലേക്ക് നോക്കിയത്. വാച്ച് നിന്നു പോയിരിക്കുന്നു. ഒടുവിൽ അന്ന് ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ലേഖകനായിരുന്ന പവനൻ തൻ്റെ വാച്ച് അഴിച്ച് EMSന് കൊടുത്തു. വാച്ച് ഓടുന്നതാണോ എന്ന് EMS തിരക്കി. പവനൻ നൽകിയ വാച്ച് കെട്ടിക്കൊണ്ടാണ് ആ ചരിത്ര നിമിഷത്തിന് EMS പോയത്. ഈ സംഭവത്തെക്കുറിച്ച് പവനൻ പിറ്റേന്ന് വാർത്ത നൽകുകയും ചെയ്തു. അതിന് അദ്ദേഹം നൽകിയ തലക്കെട്ട് ഇങ്ങനെ: ചരിത്രം ഇവിടെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഈ ചരിത്ര മുഹൂർത്തത്തെക്കുറിച്ച് പവനനും സഹധർമ്മിണി പാർവതി പവനനും എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിന്നീട് ഒരു ദിവസം പവനന് വാച്ച് തിരികെ നൽകി. മുഖ്യമന്ത്രി കെട്ടിയ വാച്ച് പവനൻ വളരെ കാലം നിധി പോലെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു.